കേരള സർക്കാർ, കേരള സ്റ്റേറ്റ് IT മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് അവതരിപ്പിക്കും സേഫ് ടെക് സൈബർ സുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പയിൻ. നമുക്കൊരുമിച്ച് ഒരു സുരക്ഷിത ഡിജിറ്റൽ കേരളം നിർമ്മിക്കാം. ഫോൺ സെറ്റിംഗ്സ് തുറന്ന് ആപ്സ് വിഭാഗത്തിൽ പെർമിഷൻസ് പരിശോധിക്കുക. ക്യാമറ, മൈക്ക്, ലൊക്കേഷൻ എന്നിവ അനാവശ്യമായി അനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കി ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്യുക. ആവശ്യമില്ലാത്ത ഡോക്യുമെന്റുകൾ ഫോണിലോ കമ്പ്യൂട്ടറിലോ സൂക്ഷിക്കരുത്. അവ ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഡാറ്റ സുരക്ഷിതമാക്കുക. ഓൺലൈൻ ഇടപാടുകൾ സുരക്ഷിതമാക്കൂ. ശ്രദ്ധിക്കുക, സുരക്ഷിതരായിരിക്കുക. നിങ്ങളുടെ ഡിജിറ്റൽ സുരക്ഷാ സഹായി. നമസ്കാരം, ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് മോഡ്യൂൾ 2 ഡേറ്റ ഷെയറിങ്ങും അതുവഴി വരുന്ന അതിന്റെ അപകടങ്ങളും. എന്താണ് ഡേറ്റ ഷെയറിംഗ്? ഓൺലൈനിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ചെറിയ ചെറിയ വിവരങ്ങളും പോലും നമ്മളെ തന്നെ അപകടത്തിലാക്കാം. അത് പറഞ്ഞാൽ പേര്, ഫോൺ നമ്പർ, ആധാർ, ബാങ്ക് ഡീറ്റെയിൽസ്, ഫോട്ടോസ്, ഇതൊക്കെയെല്ലാം പേഴ്സണൽ ഡേറ്റയാണ്. ഇത് തെറ്റിയ കയ്യിൽ പോയാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് OTP, CVV നമ്പർ, ഫുൾ ആധാർ നമ്പർ, ഇതൊക്കെ ഒരിക്കലും ആരോഗ്യം ഷെയർ ചെയ്യരുത്. ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഫോണിൽ അനാവശ്യമായി വരുന്ന ലിങ്കുകൾ, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കരുത്. വ്യാജമായ പ്രലോഭനങ്ങളിൽ വീഴരുത്. ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചോദിക്കില്ല എന്ന് നമ്മൾ ഓർക്കാം. വാട്സാപ്പിൽ ഡോക്യുമെന്റ്സ് അയച്ചാൽ പിന്നെ അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടാവില്ല. ആര് വേണേലും അത് ഫോർവേഡ് ചെയ്യാം. അത് ഐഡന്റിറ്റി ടെസ്റ്റും മിസ്യൂസും വഴി തുറക്കാം. അതുകൊണ്ട് ആധാർ മാച്ച് ചെയ്യുക, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഫയൽസ് യൂസ് ചെയ്യുക, ഗൂഗിൾ ഡ്രൈവിൽ സ്പെസിഫിക് പീപ്പിൾ മാത്രം ഷെയർ ചെയ്യുക എന്നിവ നമ്മൾ ഫോളോ ചെയ്യുന്നു. ഓർക്കുക, ഡേറ്റ നിങ്ങളുടേതാണ്. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ്. വ്യക്തിഗത ഡാറ്റ എന്നത് നിങ്ങളുടെ പേര്, വിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ പോലുള്ള നിങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന വിവരങ്ങളാണ്. ആധാർ, പാസ്പോർട്ട്, ബാങ്ക് അക്കൗണ്ട്, കാർഡ് വിവരങ്ങൾ വളരെ രഹസ്യമാണ്. ഇവ തെറ്റായ കൈകളിൽപ്പെട്ടാൽ അപകടമാണ്. ഫോട്ടോ, വിരലടയാളം, ലൊക്കേഷൻ, മെസ്സേജുകൾ പോലും വ്യക്തിഗത ഡാറ്റയാണ്. അതിനാൽ ജാഗ്രത പാലിച്ച് നിങ്ങളുടെ ഡാറ്റ സംരക്ഷിക്കൂ. മോഡ്യൂൾ 2 ഡേറ്റ പ്രൈവസി. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഡേറ്റ ഷെയറിംഗ് ആണ്, അതായത് വിവരങ്ങൾ കൈമാറുന്നത്. ഇന്നത്തെ കാലത്ത് വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പണത്തേക്കാൾ വലുതാണ്. ഡേറ്റ ഈസ് എ ന്യൂ ഗോൾഡ് എന്നാണ് പറയുന്നത്. എന്തെല്ലാമാണ് നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ? നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്വേഡ് വിവരങ്ങൾ, ഇതൊക്കെ വളരെ സീക്രട്ടായി വെക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഒരു കടയിൽ പോയാൽ അല്ലെങ്കിൽ ഒരു മെയിലിൽ പോയാൽ അവർ ഫോൺ നമ്പർ ചോദിക്കും. നമ്മൾ ഉടനെ അത് പറഞ്ഞു കൊടുക്കും. എന്തിനാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഇതാർക്കും വെറുതെ കൊടുക്കരുത്. ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ ചെയ്യുന്ന ഓരോ കാര്യവും അവിടെ ഒരു കാൽപ്പാട് പോലെ കിടപ്പുണ്ട്. ഇതിനെ ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ് എന്ന് പറയും. നിങ്ങൾ ഗൂഗിളിൽ തപ്പുന്ന കാര്യങ്ങൾ, നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന വീഡിയോകൾ, ഇതൊക്കെ വെച്ച് നിങ്ങൾ ആരാണെന്ന് കമ്പനികൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഓൺലൈൻ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കുക. പാസ്വേഡ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ പാസ്വേഡ്. പല ആൾക്കാർക്കും പാസ്വേഡ് ഇടുന്നത് സ്വന്തം പേരും ജന്മദിനവും ചേർത്തേക്കും, അല്ലെങ്കിൽ മക്കളുടെ പേര്. ഇതുവരെ അപകടമാണ്. വളരെ സ്ട്രോങ് ആയ പാസ്വേഡ് ആയിരിക്കണം. അത് ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, നമ്പർ വേണം, പിന്നെ സിമ്പിൾസും വേണം. ഉദാഹരണത്തിന് $, ഒക്കെ ഉപയോഗിക്കുക. OTP സേഫ്റ്റി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം OTP. ഇത് ഞാൻ പലതവണ ആവർത്തിച്ച് പറയും, കാരണം അത്രയ്ക്ക് പ്രധാനമാണ്. ബാങ്കിൽ നിന്നും എന്നെ പറഞ്ഞ് ആര് വിളിച്ചാലും, അത് മാനേജർ ആണെങ്കിൽ കൂടി OTP പറഞ്ഞു കൊടുക്കരുത്. പിൻ നമ്പർ പറഞ്ഞു കൊടുക്കരുത്. കാർഡിൻ്റെ പുറത്തുള്ള മുൻ ആകെ നമ്പർ എന്നാൽ CVV പോലും പറഞ്ഞു കൊടുക്കരുത്. ബാങ്കുകാർ ഒരിക്കലും ഇതൊന്നും ചോദിക്കത്തില്ല.